കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മെറിയും. ഞാൻ ഓണം സീരീസിലെ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണമൊക്കെ ഇങ്ങനെ എത്താറായല്ലോ അല്ലേ? ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി സമയമുള്ളൂ ഓണത്തിന്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഒന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ, സദ്യക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ കറികൾ വേണം എന്നൊക്കെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഞങ്ങളൊരു അടിപൊളി 10 റെസിപ്പീസ് ആയിട്ടാണ് ഓണം സീരീസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി 4 റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് താഴെയും മുകളിലും ഒക്കെ കൊടുത്തേക്കാം. എല്ലാവരും പോയി കാണണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പടവലങ്ങയും പരിപ്പും വെച്ചിട്ട് ഒരു തോരനാണ്. വളരെ സിമ്പിളായിട്ടൊരു തോരനാണ്. അപ്പോൾ ഈ റെസിപ്പി കൂടി നിങ്ങളുടെ ലിസ്റ്റിലോട്ട് ഒന്ന് ആഡ് ചെയ്തേക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇഷ്ടമാവും ഈ റെസിപ്പി. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. പക്ഷേ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. മൈമസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ മൈമസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ച് ഞാൻ ഇടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്ത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തോരൻ്റെ പണി തുടങ്ങാം. അതിനായി ഒരു കടായി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ആ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച് 1 കപ്പ് സവോളയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കിലോ അരിഞ്ഞു വെച്ച പടവലങ്ങയും കുതിരാൻ വെച്ച പരിപ്പും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ പടവലങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വേവാനായിട്ട് മൂടി വെക്കാം. ഇത് അടിപിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. ഏകദേശം നമ്മുടെ പടവലങ്ങയും പരിപ്പും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് മൂടി വെച്ച് തുറന്നാൽ നമ്മുടെ പടവലങ്ങ പരിപ്പ് തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത്തവണത്തെ ഓണത്തിന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വളരെ സിമ്പിൾ ആട്ടോ, കൂടുതൽ തന്നെ ഉഗ്രൻ ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി നമുക്ക് ഓണം സീരീസിൽ 5 റെസിപ്പീസ് കൂടെ വരാനുണ്ട്. അത് ഈ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് മറക്കാതെ കാണണം കേട്ടോ. പിന്നെ മൈമസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.